ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട്. എന്താ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ഞാനെന്തോ ചെയ്തു? അമ്മൂമ്മ എന്തിനു കുഴിപ്പുറത്ത് അമ്മയെടുത്ത് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞത്? അങ്ങനെ പറയണ്ടായിരുന്നോ? അതല്ല, അമ്മയ്ക്ക് അങ്ങനെ ഒന്നും നിൽക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ലെന്നേ. അതായത് അമ്മ ഒരു സ്ഥലത്തൊക്കെ നിൽക്കണമെങ്കിൽ അവിടെ ഭയങ്കര വൃത്തി വേണം. നമ്മളിവിടെ എവിടെ അവരെ കിടത്തി ഉറക്കും? ഏത് വൃത്തിയുള്ള മുറി എവിടെ ഉള്ളത്? அதுக்கு என்ன லட்சு, 1 மணி நேரம் கிடைச்சேன்னா நான் വൃത്തിയാക്കി തരുവേനേ. എൻ്റെ ആൻറ്റി, അത്ര സിമ്പിൾ പരിപാടിയല്ല. ആ റൂം മൊത്തം ക്ലീൻ ചെയ്യണം, തൂത്തുവാരണം, മാറാല മൊത്തം തുടയ്ക്കണം, അതുപോലെ തന്നെ കർട്ടൻ മാറ്റണം, ബെഡ്ഷീറ്റ് മാറ്റണം, തലോണ കവർ മാറ്റണം, എന്തിന് താഴെ ചവിട്ടി വരെ മാറ്റേണ്ടി വരും. അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ ചേച്ചി. ഉണ്ട്, പക്ഷെ അതൊക്കെ അലക്കി പറക്കി വെച്ചിട്ടുണ്ടോ ആവോ? ഇതിനാ ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ. തുണിയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണമെന്ന് പറയുന്നത് ഇതിനാണ്. അത് മാത്രല്ല അമ്മൂമ്മേ, അമ്മ ഇപ്പൊ ഇവിടെ നിൽക്കുവാണെങ്കിൽ കുളിച്ചൊക്കെ മാറിയിട്ട് എന്ത് ഡ്രസ്സ് ഇടും? അവര് വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. അമ്മയ്ക്ക് കനയാൻ്റെ അമ്മൂമ്മയുടെ ഡ്രസ്സ് കൊടുക്കാം. പിന്നെ അച്ഛന് സിദ്ധോളേന്റെ ഡ്രസ്സ് ഉണ്ടല്ലോ. ഇവരുടെ ഡ്രസ്സും കൊണ്ട് അങ്ങ് ചെന്നാ മതി. അച്ഛൻ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യും. പക്ഷെ അമ്മ അങ്ങനെയല്ല, വേറൊരാൾ ഉപയോഗിച്ച ഡ്രസ്സൊന്നും അമ്മ അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കേശുവിനെ വിട്ട് അടുപ്പിച്ചാ പോരെ? മിണ്ടാരി അമ്മൂമ്മ, അമ്മൂമ്മയ്ക്ക് എന്താ? അത് മാത്രമല്ല, അയ്യോ ആന്റി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. என்ன ആന്റി, അമ്മയെ ഇച്ചിരി ഒരു പ്രത്യേക ടൈപ്പാണ്, കുറച്ച് ചിട്ടയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാ. അതുകൊണ്ടേ ഈ ചോറൊക്കെ കൊടുക്കുമ്പോൾ പ്ലേറ്റൊക്കെ നല്ലോണം വൃത്തിക്ക് കഴുകണം കേട്ടോ. ഈ മീനിന്റെ ഉളുമ്പുമാണ്, ഒന്നും പാടില്ല. അതുപോലെ തന്നെ അച്ഛനും നമ്മൾ ചോറും കറിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. കറി സെപ്പറേറ്റ്, ചോറ് സെപ്പറേറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ. എന്റെ പൊന്നേ, അമ്മ കയറി വന്നപ്പോ എന്റെ പേക്കോലം. എനിക്ക് ഇച്ചിരി വൃത്തിക്കിരുന്ന് എന്തായിരുന്നു കുഴപ്പം വീട്ടില്? ഇനിയിപ്പോ അവിടെ പോയിട്ട് ബാക്കി ഇരുന്ന് കേൾക്കേണ്ട വരും. അത് ഏത് നേരത്താണാവോ? ഇനിയിപ്പോ നോക്കിക്കോ, ഞാൻ അമ്മനെ ഫോൺ ചെയ്യാത്തതൊക്കെ പറയും. നീയേ സിദ്ധു മംഗലാപുരത്ത് പോയ കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നോ? ഞാനായിട്ട് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു. സിദ്ധു വിളിച്ചു പറഞ്ഞായിരുന്നോ? അവനും വിളിച്ച് പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ വിചാരിച്ചത് സിദ്ധു വിളിച്ച് പറഞ്ഞു കാണുമെന്നാ. എന്റെ ദൈവമേ, ഇനി ഇതും കേൾക്കണ വരുമല്ലോ. പാറുവേ, അമ്മ ഇട്ടായി തിന്നിട്ടേ കവർ അവിടെ ഇവിടെ ഒന്നും ഇടരുത്. അത് കണ്ട പിന്നെ അമ്മയ്ക്ക് അത് മതി. മര്യാദയ്ക്ക് അത് വേസ്റ്റ് ബില്ലിൽ കൊണ്ടിടണം കേട്ടാ. ഇടാൻ ചേച്ചി. ഓ അല്ല ലച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ രാവിലെ ഇവിടെ പറയുന്ന കേട്ടല്ലോ, കുഴിപ്പുളത്ത് അച്ഛനെയും അമ്മയൊക്കെ അങ്ങ് കയ്യിലെടുത്ത് വെച്ചേക്ക് വന്ന്. ഇപ്പൊ നീ എന്താ അവരെ കണ്ടപ്പോ കിടുകിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നേ? அம்மா, நானும் கவனிச்சேன், லட்சுக்கு ஒரு பதர்ச்சி இருக்கு. എന്നാ പതർച്ച? ആർക്ക് പതർച്ച? എന്ത് പതർച്ച? പിന്നെ അമ്മൂമ്മ ഇപ്പൊ അമ്മൂമ്മയുടെ അമ്മായിയമ്മേനെ കാണുവാണെങ്കിൽ ചെറിയൊരു കിടുകിടാ പറയലും പതർച്ചയൊക്കെ ഉണ്ടാവൂലേ? അത്രയൊക്കെ തന്നെ എനിക്കും ഉള്ളൂ. പിന്നെ പ്രതീക്ഷിക്കാതെ കയറി വന്ന ആരാണെങ്കിലും ഒന്ന് എന്താ ഇവിടെ ഒരു സംസാരം? ഓ, ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നിക്കുവായിരുന്നേ. കുഴപ്പമില്ല അമ്മയെ പറ്റി ഇപ്പല്ലേ ചേച്ചി പറഞ്ഞു നിർത്തിയതേ ഉള്ളു. എന്താ സ്നേഹം! ഭയങ്കര സ്നേഹാ ലച്ചുവിന്, അല്ലേ ലച്ചു? നേരത്തേക്ക് ഉണ്ടല്ലോ, ലച്ചുവിനെ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പരാതി. ഇപ്പൊ ഞാൻ വിളിക്കുന്നതാ പരാതി, അല്ലേ? എന്തോ നമ്മ അങ്ങനെയൊക്കെ പറയും. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, ഇടയ്ക്കേറി സംസാരിക്കല്ലേ മോളെ? അമ്മ ഇത് കേൾക്കണം കേട്ടോ. സിദ്ധുവളെ കല്യാണം കഴിച്ചോണ്ട് വന്നതിന് ശേഷം ഉണ്ടല്ലോ, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നറിയോ? ആദ്യമൊക്കെ ഇവള് എല്ലാ ദിവസവും ആഴ്ചയിൽ 7 ദിവസം എന്ന് പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എന്നെ ഫോണിൽ വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പോൾ വന്ന് ആഴ്ചയിൽ 1 ദിവസം എന്നെ വിളിച്ചെങ്കിലായി. ഞാനെന്തെങ്കിലും പറയുമ്പം അമ്മായിയമ്മ പോരെടുക്കുമെന്ന് പറയുമല്ലോ. എൻ്റെ മോള് മംഗലാപുരത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടേ അവൾ പിന്നെ ഒരു പോക്ക് പോയി. എന്നെ വിളിയില്ല, പറച്ചിലുമില്ല. പിന്നെ അവരുടെ ജീവിതം, നമുക്ക് മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും പറ്റത്തില്ലല്ലോ. പക്ഷേ ഇവള് ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ മോളെ പോലെയായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും ഇവളെ മരുമോളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ചില സമയത്ത് ഇവളെൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് വിളിക്കാമല്ലോ അമ്മ ഇവക്ക്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ ദേഷ്യത്തിന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വേദന ഉള്ളതുകൊണ്ടാണ് മനസ്സിൽ. നമുക്കൊന്ന് വിളിക്കാമല്ലോ. നമ്മളൊന്ന് വിളിച്ച് ഫോൺ എടുക്കത്തില്ല, ഫോൺ മാറ്റി വയ്ക്കുമല്ലോ അമ്മമാർ വിളിക്കുമ്പോഴത്തേക്കും. എന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേനും അമ്മായിയമ്മ പോരാ. ഞാനും കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെയും പറയും. വന്നിപ്പോൾ കയറി വന്നിപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ചു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നീ എന്തേടി നോക്കുന്നേ? ചേച്ചി നോക്കിയേ, ഇപ്പൊ കരയും, ഇപ്പൊ ചേച്ചി കരയും.
കണ്ണൊക്കെ നിറച്ച് വെച്ചോണ്ടിരിക്കുക. ഇതൊന്നും നടക്കുന്ന കേസല്ലേ ചേച്ചി? അമ്മേ, എന്നെ നോക്കുന്നുണ്ടേ. എന്നെ എന്തെങ്കിലും ചെയ്ത് ഞാൻ പറയാവേ. പറഞ്ഞാൽ മതി കേട്ടോ. എന്നാ പിന്നെ നിങ്ങളുടെ ജോലി കിടക്കട്ടെ.